നിർദ്ദേശപ്രകാരം ഇന്റലിജൻസ് രാഷ്ട്രീയവൽക്കരിക്കുകയും കൃത്രിമം കാണിക്കുകയും ചെയ്യുന്നുവെന്നാരോപിച്ച് നിലവിലുള്ളതും മുൻപുള്ളതുമായ 37 ഇന്റലിജൻസ് പ്രൊഫഷണലുകളുടെ സുരക്ഷാ അനുമതികൾ റദ്ദാക്കിയതായി യുഎസ് നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബ്ബാർഡ് വ്യക്തമാക്കി. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി സ്വീകരിച്ചതെന്ന് ഗബ്ബാർഡ് ഒരു സോഷ്യൽ മീഡിയ പ്രസ്താവനയിൽ പറയുകയും ചെയ്തു. യുഎസ് ഇന്റലിജൻസ് സമൂഹത്തെ ആധുനികവൽക്കരിക്കുന്നതായി ഗബ്ബാർഡ് ആവർത്തിച്ച് ആരോപിച്ചു. കഴിഞ്ഞ മാസം യുഎസ് നീതിന്യായ വകുപ്പ് അവരുടെ അവകാശവാദങ്ങൾ വിലയിരുത്തുന്നതിനായി ഒരു സ്ട്രൈക്ക് ഫോഴ്സ് രൂപീകരിക്കുന്നതായി പറഞ്ഞു. യുഎസ് തെരഞ്ഞെടുപ്പുകളിലെ റഷ്യൻ ഇടപെടലിനെ കുറിച്ചുള്ള ഇന്റലിജൻസ് വിലയിരുത്തലിന്റെ പേരിൽ ഡെമോക്രാറ്റിക് മുൻ പ്രസിഡന്റ് ബരാക് ഒബാമയുടെ ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂഷനായി നീതിന്യായ വകുപ്പിലേക്ക് റഫർ ചെയ്യുമെന്ന് ഗബ്ബാർഡ് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് ട്രംപ് രംഗത്തെത്തിയിരുന്നു. ഒബാമയെ റഷ്യയുമായി വ്യാജമായി ബന്ധിപ്പിച്ച് 2016 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന് റിപ്പബ്ലിക്കൻ ട്രംപ് തെളിവുകൾ നൽകാതെ ആരോപിച്ചു. ഈ വിചിത്രമായ ആരോപണങ്ങൾ പരിഹാസ്യവും ശ്രദ്ധ തിരിക്കാനുള്ള ദുർബലമായ ശ്രമവുമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒബാമയുടെ വക്താവ് ട്രംപിന്റെ അവകാശവാദങ്ങളെ അപലപിച്ചു. നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറുടെ ഓഫീസ് പുറത്തിറക്കിയ പട്ടികയിലുള്ള എല്ലാവരും ഒബാമയുടെ ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ മുൻ വക്താവും ആഗോള കോവിഡ് പ്രതികരണത്തിനായുള്ള ബൈഡന്റെ കോർഡിനേറ്ററും ഉൾപ്പെടെ ഇന്റലിജൻസ് പ്രൊഫഷണലുകളായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല. സുരക്ഷാ അനുമതികൾ റദ്ദാക്കിയവരുടെ പശ്ചാത്തലത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ODNI വക്താവ് ഉടൻ പ്രതികരിച്ചില്ല. ട്രംപിനെ ദുർബലപ്പെടുത്താൻ 2016 ഒബാമയുടെ ഉന്നത ഉദ്യോഗസ്ഥൻ രാജ്യദ്രോഹ ഗൂഢാലോചന നടത്തിയെന്ന് ഗബ്ബാർഡ് പറയുന്നു. ഡെമോക്രാറ്റുകൾ അവകാശപ്പെടുന്നത് വ്യാജമാണെന്നും രാഷ്ട്രീയ പ്രേരിതമാണെന്നും 2016 തിരഞ്ഞെടുപ്പിൽ ട്രംപ് വിജയിച്ചു. 2017 ജനുവരിയിൽ പ്രസിദ്ധീകരിച്ച യുഎസ് ഇന്റലിജൻസ് കമ്മ്യൂണിറ്റിയുടെ ഒരു വിലയിരുത്തലിൽ സോഷ്യൽ മീഡിയയിലെ തെറ്റായ വിവരങ്ങൾ, ഹാക്കിംഗ്, റഷ്യൻ ബോട്ട് ഫാമുകൾ എന്നിവ ഉപയോഗിച്ച് റഷ്യ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ഹിലരി ക്ലിന്റന്റെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തെ തകർക്കാനും ട്രംപിനെ ശക്തിപ്പെടുത്താനും ശ്രമിച്ചുവെന്ന് നിഗമനം ചെയ്തു. യഥാർത്ഥ ആഘാതം പരിമിതമാണെന്ന് വിലയിരുത്തൽ കണ്ടെത്തി. മോസ്കോയുടെ ശ്രമങ്ങൾ വോട്ടെടുപ്പ് ഫലങ്ങളെ മാറ്റിമറിച്ചതിന് തെളിവുകളൊന്നും കാണിച്ചില്ല. യുഎസ് തിരഞ്ഞെടുപ്പുകളിൽ ഇടപെടാൻ ശ്രമിച്ചുവെന്ന ആരോപണം റഷ്യ നിഷേധിക്കുകയും ചെയ്തു. അതേസമയം ബഹുരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ത്യയിലെത്തിയ യുഎസ് നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബ്ബാർഡ് വിവിധ വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഡീപ് സ്റ്റേറ്റ് ആസ്തികളെക്കുറിച്ചുള്ള ഇന്ത്യയിലെ ഭരണമാറ്റത്തിൽ യുഎസ് ഇന്റലിജൻസ് ഏജന്റുമാർക്ക് പങ്കുണ്ടോ എന്നതിനെക്കുറിച്ചും ചോദ്യങ്ങളോട് പ്രതികരിക്കുമ്പോൾ തന്റെ അറിവിൽ ഉത്തരമില്ല എന്നാണ് അവർ വ്യക്തമാക്കിയത്. ഇന്ത്യ സന്ദർശനം എങ്ങനെ ഇഷ്ടപ്പെടുന്നു എന്ന ചോദ്യത്തിന് ഗബ്ബാർഡ് ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു, താൻ ഇന്ത്യയെ സ്നേഹിക്കുന്നുവെന്നും ഇവിടെ ആളുകൾ വളരെ സ്വാഗതം ചെയ്യുന്നുണ്ടെന്നും ഏറ്റവും നല്ല സമയത്തും ഏറ്റവും മോശം സമയത്തും ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ പഠിപ്പിച്ച കാര്യങ്ങളെയാണ് താൻ പരാമർശിക്കുന്നതെന്നും അവർ പറഞ്ഞു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ യുദ്ധമേഖലകളിൽ സേവനമനുഷ്ഠിച്ചാലും ഇപ്പോൾ നമ്മൾ നേരിടുന്ന വെല്ലുവിളികളായാലും ഏറ്റവും നല്ല സമയങ്ങളിലും ഏറ്റവും മോശം സമയങ്ങളിലും ഞാൻ ഭഗവത്ഗീതയിൽ അർജുനന് കൃഷ്ണൻ നൽകിയ ഉപദേശങ്ങളെയാണ് ആശ്രയിക്കുന്നതെന്നും അഭിപ്രായപ്പെട്ടു. തലസ്ഥാനത്ത് നടന്ന ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷന്റെ വാർഷിക റൈസിന ഡയലോഗുകളിൽ പങ്കെടുക്കുന്നതിനിടെ ഇന്ത്യയും യുഎസും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള സാധ്യതകളെക്കുറിച്ച് സംസാരിച്ചു. ഇന്ത്യൻ സർക്കാർ ഉദ്യോഗസ്ഥരുമായുള്ള തന്റെ സമീപകാല സംഭാഷണങ്ങളിൽ സാമ്പത്തിക ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് ഗണ്യമായ സാധ്യതകളുണ്ടെന്ന് വ്യക്തമായതായി അവർ പരാമർശിക്കുകയും ചെയ്തു. താരിഫ് പോലുള്ള നെഗറ്റീവ് വിഷയങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം ചർച്ചകളെ പോസിറ്റീവായി കാണുന്നതിൽ സംതൃപ്തി പ്രകടിപ്പിച്ചു. കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് ട്രംപും തങ്ങളുടെ രാജ്യങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി പ്രവർത്തിക്കുന്നുണ്ടെന്നും സാമ്പത്തിക വളർച്ചയ്ക്കും ജനങ്ങൾക്കുള്ള അവസരങ്ങൾക്കും പ്രാധാന്യം നൽകുന്നുണ്ടെന്നും ഗബ്ബാർഡ് ചൂണ്ടിക്കാട്ടി. രണ്ട് നേതാക്കളും തമ്മിൽ മികച്ച ബന്ധമുണ്ടെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിനുള്ള അടിത്തറയായി ഇത് പ്രവർത്തിക്കുമെന്നും അവർ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.